ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന്. എപ്പോഴും കപ്പ വാങ്ങിക്കും, പക്ഷേ പാൽക്കപ്പ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചങ്ങ് പാൽക്കപ്പ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് കപ്പ ഇന്ന് കഴുകി വൃത്തിയാക്കി 2 വിസിലിൽ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുവന്നുള്ളിയും കുറച്ച് കാന്താരി എല്ലാം ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ. പിന്നെ ഒരു ചട്ടി വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചതിനകത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2, 3, 4, 5 വറ്റൽമുളകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ വേവിച്ച് വെച്ച കപ്പ ഒന്ന് അതിലിട്ടിട്ട് അതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ടിടണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഉപ്പിടണമല്ലോ. പിന്നെ ചിക്കൻ കറി ഇവിടെ വെന്ത് വരുന്നുണ്ട്. മീനിൻ്റെ കൂടെയാണ് പാൽക്കപ്പ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ചിക്കൻ കറിയേ ഉള്ളൂ കൂടെ കഴിക്കാൻ. അപ്പോൾ പാൽക്കപ്പ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് പറയാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ചാറൊക്കെ ഒഴിച്ചു, പിന്നെ ഒരു ചിക്കൻ്റെ പീസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഉള്ളി എടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.